ജീവിതത്തിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ട് സെക്സ് ആണെങ്കിൽ വിവാഹം കഴിക്കണോ, കുട്ടികളുണ്ടാണെങ്കിൽ വിവാഹം കഴിക്കണോ, ഒന്നിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ, പുള്ളിക്ക് ആ കുഞ്ഞിനെ നോക്കത്തില്ല. അതാണ് പുള്ളിയിൽ എനിക്ക് ഏറ്റവും ഉള്ള വൈരാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഇയാളുടെയൊക്കെ ഞാൻ വിവാഹം കഴിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആ ഒളിവിലിരുന്ന സമയത്ത് പുള്ളി ഉപയോഗിച്ച് ഫോൺ എൻ്റെ മോക്ക് കളിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അത് ഞാൻ പരിശോധിച്ചപ്പോൾ തെളിവാണ് നമ്മുടെ കയ്യിൽ. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു അതിനകത്ത്. ആ സ്ത്രീയും അവിഹിതം അവിഹിതം തന്നെ. ലൈറ്റ് അണച്ചാൽ എല്ലാ പുരുഷന്മാരും ഒരുപോലെ ആണെന്ന് ആരോ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾ മരിച്ചുകൂടെ? മരിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റേ മാലയിട്ട് എൻ്റെ മോളും കൂടെ ഒരു കണ്ണീര് പൊഴിച്ചേ. രേണുസുതി പറയുന്നതിൻ്റെ ആ ഒരു ലോജിക്ക് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അവർ പോക്ക് കേസ്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയാൻ പറ്റുന്നു? രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ചേച്ചി? എനിക്ക് പേഴ്സണലി അവർ ഇഷ്ടമാണ്. ബിക്കോസ് ഷീ ഈസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ. ആരാണ് മോശം കമ്പനി കൊടുത്തിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുക നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഉളുപ്പുണ്ട് അവനൊക്കെ. ഉമ്മാരെന്താ വിചാരിച്ചിരിക്കുന്നത്? നമുക്കൊന്നും തെറി അറിയത്തില്ലെന്നാ? നമുക്ക് നല്ല തെറി അറിയാം, നല്ല പച്ച തെറി. എനിക്ക് ഇംഗ്ലീഷും മലയാളത്തിലും നല്ല തെറികൾ അറിയാം. വിടലകളാ ഉള്ളത്. ഞാൻ പറയാം, സമൂഹത്തിലിരിക്കുന്ന സൈബർ റോളുകളെല്ലാം വിടലകളാണ്. ചേച്ചിയാണെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടൊരു സിറ്റുവേഷൻ എപ്പോഴായിരിക്കും? ദേഷ്യപ്പെട്ടുള്ള സിറ്റുവേഷൻസ് എൻ്റെ ലൈഫ് സെപ്പറേറ്റഡ് ആണ്. ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു മോളുണ്ട്. അപ്പോൾ സെപ്പറേഷൻ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദേഷ്യക്കാരി ആയതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദേഷ്യം എനിക്ക് നമ്മളെ ഷാറ്റഡ് ആക്കുന്ന ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു. അവിടെ നമ്മളിപ്പോൾ ഒരു ഫാമിലിക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമ്മളെ ഈ വേട്ടയാടപ്പെടുന്ന ആൾക്കാരില്ലേ, അവരൊന്നും നമ്മളോട് വാക്കുകൾ കൊണ്ട് പറയത്തില്ല, നോട്ടം കൊണ്ടോ മുഖഭാവം കൊണ്ടോ ഇല്ല. പക്ഷെ അവർ സൈലൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കവിടെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. എന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്ക് നിന്നോട് രണ്ട് വർത്താനം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെഹർ എന്താണ് നിന്റെ മുഖം മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ മുഖമൊന്നും മാറത്തില്ല. പക്ഷെ പുള്ളി നമ്മളോട് കാണിക്കുന്ന ഒരു നെഗ്ലിജൻസ്, ആ സൈലന്റ് മോഡിലേക്ക് പുള്ളിക്ക് അതെനിക്ക് തോന്നുന്നു മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നെ സൈലന്റ് മോഡിൽ ഇട്ടാൽ ഞാനിങ്ങനെ ഫർണസിൽ കിടന്ന് ഉരുകും. ഞാനങ്ങനെ ഒരു 10 വർഷം അവിടെ കിടന്ന് സഹിച്ചാണ്. അത്രയും മെന്റൽ ട്രോമ തന്നെ. ഫിസിക്കലി എന്നെ 1-2 വട്ടമോ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മെന്റൽ ട്രോമകൾ തന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വഴക്കിട്ട കേസാണല്ലോ എന്നോട് ചോദിക്കുന്നത്. വഴക്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും വഴക്കുണ്ട്. പുള്ളിക്കൊരു അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പിടിച്ചു. പക്ഷെ അപ്പോഴൊന്നും ദേഷ്യം, അപ്പം ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ശരിക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. കുറെ സന്ദർഭങ്ങളിൽ കല്യാണശേഷമാണ്. മറ്റ് വീട്ടിലിപ്പോൾ സഹോദരനോട് വഴക്കിടുന്നു, അല്ലെങ്കിൽ അമ്മയോട് വഴക്കിടുന്നതോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വഴക്കിടുന്നതോ ഒക്കെ നമുക്കൊരു ഇത് കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരിക. ഇതിങ്ങനെ നമ്മൾ തിളയ്ക്കുമൊക്കെ, ദിവസങ്ങളോളം കിടന്നിങ്ങനെ തിളയ്ക്കുവാണ്. കാരണം നമ്മുടെ ദേഷ്യത്തിന് മറുപടി ഇല്ല, ഒരു കൺസേൺ ഇല്ല. അങ്ങനെയുള്ള എക്സ്ട്രീം ദേഷ്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അനീതി കാണിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽസിൽ കിടക്കുന്ന ഒരു പൗരന്റെ പ്രതിഷേധം എനിക്ക്, അതായത് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഓട്ടോ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രീമിയം വണ്ടി പോകുന്നു, ഒരു ബെൻസ് പോകുന്നിരിക്കട്ടെ, നമ്മൾ പുറകെ ഡ്രൈവ് ചെയ്ത് പോവാം, ലെഫ്റ്റിലേക്ക് എടുക്കും, ഇൻഡിക്കേറ്റർ ഇല്ല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നിർത്തിയിട്ട് കൊണ്ട് ക്രോസ്, എൻ്റെ മനസ്സിലെ ചിന്തയാണ് നേരെ കൊണ്ട് ഫോർവേഡ് ചെയ്തിട്ട് ഇറങ്ങടാ, നീ നിന്റെ പ്രീമിയം വണ്ടിക്കകത്തിരുന്നുണ്ട് എന്ത് തോന്നിയാസോടാ കാണിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഞാൻ. ചിലവർ വന്നിട്ട് നമ്മുടെ ഗ്ലാസ് പിന്നെ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസ് തട്ടിട്ട് നമ്മളോട് എന്താണ്, ഞാൻ ഗ്ലാസ് നിനക്ക് എന്താണോ, നീ അല്ല റോങ് സൈഡ് കയറുന്നൊക്കെ ഞാൻ ഗ്ലാസ് സ്ലോ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കും ഞാൻ, അങ്ങനെ ചോദിക്കും. അതൊക്കെയാണ് എന്റെ സ്വഭാവം, വളരെ നല്ല സ്വഭാവം. അപ്പൊ ചേച്ചി, ഇപ്പൊ ഹോട്ട് സീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം ലൈക്ക് നമ്മളിത് എത്രത്തോളം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും, പക്ഷെ അതിനകത്ത് ഒരുപാട് കമന്റ്സ് ഒക്കെ ചിലപ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല തൊലിക്കെട്ടി വേണം കേട്ടോ. ഹോട്ട് സീറ്റ് ആണെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മനസ്സെന്താന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എപ്പോഴും പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു വലിയ ആഗ്രഹം LLBക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ബിക്കോസ് എനിക്ക് റാങ്ക് കിട്ടിയിട്ടും എൻ്റെ ഫാമിലിയുടെ ഒരു ഇഷ്യൂസ് കൊണ്ട് എനിക്ക് നടന്നില്ല. ഒരു ഇച്ചിരി ഓർത്തഡോക്സ് ആയതുകൊണ്ട് അവർ വിട്ടില്ല. അതിനെവിടെയും പറയും എനിക്ക് അത് നല്ല പ്രതിഷേധമുണ്ട്, ഞാൻ ക്രിമിനൽ ലോയർ ആകേണ്ട ആളാണ്, അതെന്നെ വിട്ടില്ല. ഏറ്റവും വലിയ ശിക്ഷണമായി. അതെ, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഈ സമയത്ത് ഈ പേജിൽ എനിക്ക് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്റെ കഴിവ് വെച്ചിട്ട് അത്രയും കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ +2 കഴിഞ്ഞപ്പോൾ എഴുതിയതാ LLB. അതിൽ എനിക്ക് 500ാമത്തെ റാങ്ക്, 535ാമത്തെ റാങ്ക് ആണ് എന്റെ ഓർമ്മ. അത് ഞാൻ ഒരു കോച്ചിങ്ങിനും പോയില്ല, വീട്ടിൽ നിന്ന് ഒരൊറ്റ പുസ്തകം മാത്രം പഠിച്ചതാണ്. ഞാൻ അങ്ങനെ എഴുതിയ ആളാണ്. എറണാകുളത്താണ് ഒന്ന് എൻട്രൻസ് എഴുതിയത്. എന്നിട്ട് എന്നെ വിട്ടില്ല. അതിന്റെ ഒരു വാശിക്ക് ഞാൻ പിന്നെ PG ഇംഗ്ലീഷാണ് PG ചെയ്തത്. ഇംഗ്ലീഷും അതൊക്കെ കോളേജൊക്കെ ഞാൻ മാക്സിമം ഉഴപ്പി. പഠിത്തത്തിന് ഒരു വാല്യൂ ഇല്ലാതാക്കി കളഞ്ഞു. ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിപ്പിക്കാഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയോ പഠിച്ച് ജയിച്ചു മുന്നോട്ട് പോയി എന്നുള്ള, അല്ലാതെ ഭയങ്കര പഠിപ്പിച്ചിട്ടാ. സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു, 10th വരെ ഞാൻ നല്ല പഠിപ്പിച്ചായിരുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു. സ്കൂളിൽ ഏറ്റവും നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു. സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെമ്മറിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പബ്ലിക്കിനിടയിൽ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സേവനം ചെയ്യണം, അവർക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷേ എൻ്റെ കൈകൾ കെട്ടപ്പെടാൻ പാടില്ല. അപ്പം ഞാനും ആദ്യം ആലോചിക്കും ഞാനൊരു IAS കാരിയായാൽ മതിയെന്ന്. എൻ്റെ +2 സ്വപ്നങ്ങളായി പറഞ്ഞു. എൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് 10-20 വർഷം മുമ്പുള്ള പഴക്കമുണ്ട്, ഒരു 4 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഇന്നും ഇന്നലെ ഞങ്ങളുടെ സ്വപ്നങ്ങളല്ല ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഒറ്റ സ്റ്റെപ്പേ കയറിയിട്ടുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. രണ്ടാമത്തെ യൗവനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ആദ്യത്തെ യൗവനത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വപ്നങ്ങൾ
സ്ഥലങ്ങളിൽ തന്നെ നടക്കുമായിരുന്നു ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ആവുക, ഡോക്ടർ അല്ല, ഒരു IAS കാരിയാവും, നമ്മുടെ മമ്മൂക്കട മറ്റേ മുടിയൊക്കെ ഇട്ട് ആ സാധനം. അപ്പൊ ഞാൻ IAS കാരിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പോലീസ് IPS വാണിജ്യോധന കാണുമ്പോൾ പോലീസ് ആയാൽ മതി. അതാണ് ഒരു ഐഡിയൽ ഒരു എന്താ പറയാ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ പിന്നെ പോലീസുകാർ തങ്കമ്മന്നൊക്കെ ഈ മറ്റേ നെഗറ്റീവ് കമന്റ്, ഇവള് തങ്കമ്മയാടാ, പോലീസുകാർ തങ്കമ്മയാന്നൊക്കെ പറയും, പൊന്നമ്മയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഇവളെന്താ പോലീസുകാരിയാണോ എന്നിട്ട് ആങ്കറിങ്ങിന് വന്നിരിക്കുന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ്, അപ്പൊ പിന്നെ എനിക്ക് വന്നത് ഇത് ബ്യൂറോക്രാറ്റിക് അടിമകളാണ് അവരൊക്കെ. അവർക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പോലീസുകാരെ കളിയാക്കൊന്നുമല്ല. അവിടെ എന്റെ അച്ഛനൊരു പോലീസിലായിരുന്നു, പിന്നീട് പുള്ളി NRI ആയതാണ്. എങ്കിലും പോലീസുകാർക്ക് ലിമിറ്റേഷൻസ് ആണ്. അവർക്ക് നിയമം നടപ്പിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും അവർ പിന്നോട്ട് വലിക്കപ്പെടും. എനിക്കത് പറ്റത്തില്ല. ഞാൻ ഒരാള് ഇപ്പൊ ഞാനിപ്പോ മെഹർ ഒരു ടൈക്കൂണാന്നിരിക്കട്ടെ, ഒരു ഡോൺ ആന്നിരിക്കട്ടെ, മെഹറിനെ കുറിച്ച് ഞാൻ 2 വർത്താനം പറയാം, മെഹർ എന്നെ ഒന്ന് പേടിക്കണം, അന്ത ഭയം ഇരിക്കട്ടും, പക്ഷെ മെഹറിനെ ഒന്നും ചെയ്യാൻ പറ്റരുത്. അങ്ങനെ അതാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് അനീതിക്കെതിരെ ഞാൻ ശബ്ദിക്കുമ്പോൾ എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഭയം അവർക്കുണ്ടാവണം. പക്ഷെ ഞാൻ എന്റെ നീതിക്കൊപ്പം ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന അഴിമതികൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഒരു മീഡിയയിൽ ഇരുന്നുകൊണ്ട് അത് ബൈ ചാൻസ് സംഭവിച്ചു പോയതാണ്. മേ ബി ഒരു പക്ഷേ എൻ്റെ വഴിയിൽ വന്ന എനിക്കൊരു പാഠമായിരിക്കണം ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളവരാണ്. വളരെ നന്മ പറയുന്ന വളരെ കുറച്ച്, ജെന്യൂനായിട്ട് നന്മ പറയുന്ന ആൾക്കാർ വളരെ കുറച്ചുണ്ടായിരിക്കും. നമ്മളെ തകർക്കാൻ നോക്കുന്നവരാണ് ഭൂരിഭാഗം. നമ്മൾ വളരും തോറും നമുക്ക് ശത്രുക്കൾ കൂടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ഈ ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇവർ പറയുന്നത്, ഇവരെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ. അങ്ങനെ വളരെ മോശമായിട്ടൊക്കെ കമന്റ്സ്, വളരെ മോശം. പക്ഷേ അപ്പോൾ എനിക്ക് ഈ ചാനലിൻ്റെ അടി പോയി, ഇതിപ്പോൾ നിങ്ങളുടെ ചാനലിൽ എനിക്ക് കമന്റ് വന്നാൽ എനിക്കത് വന്ന് തിരിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടുത്തെ ആങ്കറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാനലുണ്ട്. ആ ചാനൽ മോട്ടിവേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവിന്റെ, എനിക്കൊരു രേണുസുധീർ ഇന്റർവ്യൂവിനെതിരെ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതിനെതിരെ എനിക്കറിയാം ഇവന്മാരൊക്കെ വരണം, എന്റെ ചാനലിൽ വരണം. അതിനുവേണ്ടി മനഃപൂർവ്വം ഇട്ടതാ ഞാൻ. മനഃപൂർവ്വം ഇട്ടപ്പോൾ വന്നു. അതേതാണ്ട് 4 ലക്ഷം 5 ലക്ഷം അടിച്ചു പോയത്. അങ്ങനെ എന്റെ ചാനൽ മോട്ടിവേഷനായി, സന്തോഷായി. പക്ഷെ ഇപ്പം രേണുസുധിയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ ചേച്ചിയുടെ ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചേച്ചിക്ക് ശരിക്കും രേണുസുധി ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ചേച്ചി എനിക്ക് പേഴ്സണലി അവരെ ഇഷ്ടമാണ്. ബിക്കോസ് ഷീ ഈസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെയും അടുക്കള കാര്യങ്ങൾ അന്വേഷിക്കും, കിടപ്പുരംഗങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആരുടെയും വിഹിതങ്ങൾ അന്വേഷിക്കാനോ പോകുന്നില്ല. അവർ സുധിച്ചേട്ടന്റെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോപികയും ദിലീപും ചെയ്ത റീൽസ് അതേ കോസ്റ്റ്യൂം ഇട്ട് അവരും ദാസേട്ടനും കൂടെ ചെയ്തതല്ലേ ഉള്ളൂ. അതിൽ എന്തിനാണ് മലയാളികൾക്ക് ഇത്ര അങ്ങനെ നന്മമരമാണ് മലയാളി എങ്കിൽ എന്തുകൊണ്ട് ഈ എന്താണ്ടൊരു പേരുണ്ട് അവർക്ക്, ആരാണ് മോശം കമന്റ് കൊടുത്തിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുക നേരിട്ട് കാണാൻ വേണ്ടിട്ട്. ഉളുപ്പുണ്ടവനൊക്കെ. എന്നിട്ട് അവർ രേണുസുധിയെ പറയുന്നതിന്റെ ആ ഒരു ലോജിക്ക് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അവര് പോക്ക് കേസ്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയാൻ പറ്റുന്നു? എന്റെ ഫാമിലിയുള്ളവർ ചോദിക്കും, ഓ ഷീസ് എ ഫ്രോഡ്, ഹൗ ക്യാൻ യു സേ ദാറ്റ്? എങ്ങനെ പറയാൻ പറ്റുന്നു? ഷീസ് ഹാർഡ് വർക്കിംഗ്. നമ്മുടെ കൺമുമ്പിലല്ലേ കാണിക്കുന്നത്. അവർ ഒളിഞ്ഞു പറഞ്ഞ് ഒന്നും അതിന് അവരുടെ വീട്ടിൽ പോയി നോക്കുക, അവരുടെ വീടിനടിയിൽ സുധിച്ചേട്ടനെ കപ്പ് കിടക്കാൻ നോക്കുക, പിന്നെ അവരുടെ മകനെ അതിനകത്ത് പിടിച്ച് വലിച്ചിടുക. എന്തുവാണ് ഇവർക്ക് ആർക്കും പൈസ കിട്ടുന്നില്ലല്ലോ. പിന്നെ ഒരു മനസ്സും ഒരു അന്തസ്സില്ല. എന്തായാലും പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് തന്നെ ഓരോരുത്തർക്കും പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ചാനലുകാരാണ് ഏറ്റവും വലിയ മാരകം. ഈ ചാനലുകാരെ ഒന്നും രേണുസു ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിവർത്തി കെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവര് രേണുസുധീനെ വെച്ച് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി. അതെ, രേണുസുധിയെ വെച്ച് വിറ്റ് കാശാക്കി. എന്റെ ചാനലിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, രേണുസുധിയെ വിറ്റ് ഞം കഴിച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ രേണുസുധിയെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ടും അവർ കേസ് കൊടുത്തു. ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും വിടാതെ കുറെ സൈക്കോ ഇൻഫ്ലുവൻസേഴ്സ് ഇരുന്നുകൊണ്ട് കുറെ, എല്ലാവരും അല്ലേ കേട്ടോ, വളരെ 1 2 3 4 പേര്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവന്മാരെന്നെ മറ്റേ അറക്കാൻ വന്നേക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്റെ ചാനൽ ഇരുന്ന് പറഞ്ഞു, എന്നെ പറഞ്ഞിട്ടുണ്ടോ അവന്മാര്. ശാരിക ചേച്ചിക്ക് ഒരു പണിയില്ല, ശാരിക ചേച്ചി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യുന്നത്. ചില അമ്മാച്ചമ്മ, ഞാൻ പറഞ്ഞ എന്നെ ശാരിക അമ്മായി എന്ന് വിളിക്കുന്നവന്മാരും ഞാനപ്പോൾ അമ്മാവാന്ന് തന്നെ വിളിച്ചു പറയും. പക്ഷെ എന്റെ ചാനലിന്റെ താഴെ വന്നിട്ട് എന്നെ തെറി പറഞ്ഞ ഒരു തെറിയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെ അച്ഛനെ തിരിച്ചു വിളിക്കും, എൻ്റെ അമ്മയ്ക്ക് വിളിക്കും, എൻ്റെ മകൾക്ക് വിളിക്കും, എൻ്റെ കുടുംബക്കാർക്ക് വിളിച്ചാൽ നല്ല പൂരം. ഇവന്മാരെന്താ വിചാരിച്ചിരിക്കും നമുക്കൊന്നും തെറി അറിയത്തില്ലെന്നാ? നമുക്ക് നല്ല തെറി അറിയാം, നല്ല പച്ച തെറി. എനിക്ക് ഇംഗ്ലീഷും മലയാളത്തിലും നല്ല തെറികൾ അറിയാം, നല്ല തെറി. എൻ്റെ ചാനലിൽ വിളിച്ച്, എൻ്റെ കുടുംബമാണ് എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയെടുത്ത് എൻ്റെ തറവാടാണ്. എൻ്റെ തറവാട്ടെ ഒന്ന് കളിച്ചാൽ തിരിച്ചുറപ്പായിട്ട് ഞാൻ വിളിച്ചിരിക്കും. അതാണ് എൻ്റെ നിലപാട്. അതിന് ചിലവന്മാർ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറയും, ഓ ഇവളുടെ സംസ്കാരം കാണണമെങ്കിൽ. എനിക്ക് ഹോട്ട് സീറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അത് നേരത്തെ ചോദിച്ചല്ലോ, അതൊക്കെ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുള്ള. എനിക്ക് അങ്ങനെ വന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരെ വന്ന് തെറി പറയാൻ തുടങ്ങി. ഒരു സ്ത്രീകളാണ് കൂടുതലും. സ്ത്രീയുടെ ഫേക്ക് ഐഡന്റിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ അവർക്ക് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അവർ ഫേക്ക് ഐഡന്റിറ്റി അല്ല. അപ്പൊ അവരെന്നോട് പറയുന്നത്, ഓ ഇവളുടെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയാം, ഇവള് തെറി പറയുന്നവന്റെ ഇവളുടെ ചാനലിൽ വന്ന് നോക്കിയാൽ ഇവർ കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോൾ ഇവള് ചന്തമേരിയാണെന്ന്. അല്ല, എൻ്റെ തന്തയ്ക്കോ എൻ്റെ തള്ളയ്ക്കോ എന്നെ തെറി വിളിക്കുന്നവളെ പിന്നെ ഞാൻ രാജകുമാരി എന്ന് വിളിച്ച് അപസംബോധന ചെയ്യണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വിടലകളാ ഉള്ളത്. ഞാൻ പറയാം, സമൂഹത്തിലിരിക്കുന്ന സൈബർ റോളുകളെല്ലാം വിടലകളാ.
അല്ല ചേച്ചി ഇപ്പം ചേച്ചി അച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അച്ഛന്റെ മരണം ചേച്ചിനെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് തളർത്തി. അപ്പൊ അച്ഛനെയൊക്കെ ഇങ്ങനെ തെറി പറയുമ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ലൈക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് ഇപ്പൊ ഈ പറയുന്ന പോലെ മറ്റേ ചാനലിന്റെ താഴെ വന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല. മറ്റേ ചാനലിൽ താഴെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കത്തില്ല. പക്ഷെ എന്റെ ചാനലിൽ വന്ന് ഞാൻ മനഃപൂർവ്വം വിളിക്കുന്ന എനിക്ക് രണ്ടെണ്ണം പറയണമല്ലോ, രണ്ടെണ്ണം പറയുമ്പോൾ എനിക്ക് ആനന്ദമാണ് ഉള്ളത്. ഞാൻ പറയാം അവർക്ക് ആനന്ദം കിട്ടുന്ന പോലെ എനിക്ക് തിരിച്ചു പറയുമ്പോൾ ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് പറയും. പിന്നെ വിഷമം ഞാൻ ചിന്തിക്കും, എടാ ഇവനൊന്നും നമ്മൾ മെച്ചോർഡായിട്ട് ചിന്തിക്കും. നമ്മൾ ഇമോഷണൽ ആയാൽ നമ്മൾ തകർന്നു പോകത്തേ ഉള്ളൂ. ഞാൻ ചിന്തിക്കും, എൻ്റെ പപ്പയെ പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യും, എൻ്റെ അമ്മയെ പറഞ്ഞാലും ഫീൽ ചെയ്യും, എൻ്റെ ബ്രദറിനെ പറഞ്ഞാലും ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. ഫീൽ ചെയ്ത് നമ്മൾ ഡൗൺ ആയി. ഇപ്പം മെഹറിനറിയാം, മെഹർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മെഹറിന്റെ വീട്ടിൽ നിന്ന് 2 ചീത്ത വിളിച്ച മെഹർ ഡൗൺ ആവും. മെഹറിന്റെ ഇന്റർവ്യൂ മൊത്തം കുളമാവും അല്ലേ. മെഹർ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര വിൽ പവറുള്ള ആളാണെന്ന്. മെഹർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണ്. സോ മെഹർ വിഷമിക്കും ഇവിടെ വന്നിട്ട്. അപ്പോൾ മെഹറിന്റെ ഷോ കുളമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതാ ചിന്തിക്കുന്നത്, എന്നെ തെറി വിളിച്ചാൽ ഇനി മുന്നോട്ടുള്ളതെല്ലാം ഇങ്ങനത്തെ ഷോകളായിരിക്കും, നമുക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ ഞാനിത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഹോട്ട് സീറ്റോ അല്ലെങ്കിൽ മറ്റിതുപോലുള്ള ചാനലുകളോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാഷൻ മാത്രമല്ല, എൻ്റെ ഒരു ജീവനോപാധി കൂടിയാണ്. അപ്പം ഞാൻ അവിടെ മടിച്ചു നിന്നാൽ എൻ്റെ വരുമാന മാർഗം കൂടെയാണ് നിലച്ചു പോകുന്നത്. അപ്പോൾ സോ അത് പാടില്ല, ഞാനവിടെ എക്സൽ ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഇനി എത്ര തെറി പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ എന്തായാലും എൻ്റെ മനസാക്ഷിക്ക് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും മെഹറാണ് എൻ്റെ ഗസ്റ്റ് എങ്കിൽ മെഹറിൻ്റെ പൂർണ്ണ പെർമിഷനോട് കൂടിയാണ് ഞാനത് ചെയ്യുന്നത്, എനിക്കും ഗസ്റ്റിനും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കതിൽ റിഗ്രറ്റ്സ് ഇല്ല. അപ്പം ലൈക്ക് ഇപ്പം ചേച്ചിയാണെങ്കിൽ ഇപ്പൊ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് എടുക്കുന്നത് ലൈക്ക് അവരുടെ സമ്മതത്തോട് ഡെഫിനറ്റ്ലി അവരെന്നെ കയറി അടിക്കത്തില്ലേ. മൈത്രേനെ ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ അടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ദേഷ്യം വന്നു പുള്ളിക്ക്. ആക്ച്വലി പുള്ളി എല്ലാവരുടെ ഇന്റർവ്യൂന്ന് ഇറങ്ങി പോകുന്ന പുള്ളിയുടെ രീതിയാണ്. അത് പുള്ളിക്ക് ഇപ്പൊ സ്റ്റൈലാക്കി വെച്ചിരിക്കും. ഏത് ഇന്റർവ്യൂന്ന് പുള്ളി ഇറങ്ങി പോകും. പക്ഷെ ഞാനെടുത്ത സമയത്ത് അതാണ് എനിക്ക് തോന്നുന്നു, പിന്നെ മറ്റേ നമ്മുടെ എന്താണ് മട്ടാഞ്ചേരി മാർട്ടിന് ശേഷം വൈറലായ ഇന്റർവ്യൂ ആണ് എന്നെ ട്രോൾ ചെയ്യുക, ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയ ഇന്റർവ്യൂകളൊന്നാണ് ഈ മൈത്രേന്റെ. അത് ഞാൻ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതുപോലെ മൈത്രൻ ഇരിക്കുമ്പോൾ മൈത്രനോട് കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. നമ്മൾ പ്രപഞ്ചമില്ല അങ്ങനെയില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് എനിക്ക് തിരിച്ച് മറുപടി ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം മെഹർ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ മൈത്രന്റെ മുഖം ഇങ്ങനെ ചുമന്ന് തൂടുത്ത് പുള്ളി ഇവിടെയൊക്കെ വിയർക്കുക. അപ്പം എക്സ്ട്രീം ദേഷ്യം, പുള്ളി വിറയ്ക്കുക സംസാരിക്കുമ്പോൾ. ഇതിനൊക്കെ ഞാൻ ഗസ്റ്റാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പുള്ളി വിറയ്ക്കുമോ ദേഷ്യം കൊണ്ട്. അപ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്കത് ആ വൈബ് കിട്ടുന്നുണ്ട്, ആ ഓറ എനിക്ക് കിട്ടുന്നുണ്ട്. പുറകിലിരുന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുമ്പോൾ ഞാൻ കണ്ണ് കാണിക്കുന്നുണ്ടോ, ഇനി ഇത് തുടർന്നാൽ പുള്ളി പകുതി കിട്ടി ഇറങ്ങി. എനിക്കതൊരു പുതിയ അനുഭവം. എൻ്റെ മുമ്പിൽ നിന്ന് ഗസ്റ്റുകളൊന്നും ഇറങ്ങി പോയിട്ടില്ല, ഞാൻ ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. അത് കുറച്ച് സ്ക്രിപ്റ്റഡ് ഉണ്ട്, ഇല്ലാത്ത എങ്കിലും അത്രയും പ്രൊവോക്ക് ചെയ്തവരെ നമ്മൾ ഇറക്കിയൊന്നും വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ തുടക്കമായതല്ലേ ഉള്ളൂ. അപ്പം ചില ഗസ്റ്റുകൾ അത്രയും പ്രൊവോക്ഡ് ആകുമ്പോൾ നമുക്ക് ചവിട്ടേണ്ടി വരും. അപ്പൊ ചില എനിക്ക് ട്രോൾ കിട്ടാനുള്ള റീസൺ 20 മിനിറ്റ് കഴിയുമ്പോൾ നാം മിണ്ടാതിരുന്നു. പുള്ളി പറയുന്ന മുഴുവൻ കേട്ടോണ്ടിരുന്നപ്പോൾ കണ്ടില്ലേ മൈത്രേനെ മുമ്പിൽ ചെന്ന് ഇവള് പെട്ടു, വായിരിക്കുന്ന ശരിക്ക് കേട്ടു. അപ്പൊ ഞാനത് കേൾക്കേണ്ടതിന്റെ കാരണം എന്താണ്, ഞാൻ അവിടെ ഗസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ്. എനിക്ക് തിരിച്ചു ചോദിക്കാം, താൻ ആരാടോ എന്നെ കുരങ്ങോണിയെന്ന് വിളിക്കാന്ന് ചോദിച്ചാൽ തന്നെ ചെയ്യും. എന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അങ്ങനെ ജയിലിൽ പോകത്തുള്ളൂ. ഞാൻ പരാതി കൊടുത്താൽ ആങ്കറിനെ അവഹേളിച്ചു, എനിക്ക് പറഞ്ഞൂടെ. പക്ഷെ അപ്പോൾ എൻ്റെ കരിയർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം എന്നെ വിളിക്കുന്ന ചാനൽ ചോദിക്കും ഇവളൊരു വഴക്കാളിയാണ്, ഇവളെ നമ്മൾ എന്നെ വിളിക്കുന്നത് എന്തിനാണ്, ആ പ്രോഗ്രാം ആ ഷോ സൂപ്പറാക്കാനാണ്. അതൊരു ഇന്റർവ്യൂ ഷോ അല്ല, മെഹറിന് അറിയാലോ, അതൊരു ഷോ ആണ്, ഹോട്ട് സീറ്റ് എന്നൊരു ഷോ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹോട്ട് സീറ്റിലെത്തി പൊരിക്കുന്ന ഒരു എഫക്റ്റ് അവർക്ക് കിട്ടണം, അത് ജനങ്ങൾക്കും കിട്ടണം. ജനങ്ങളാണ് പൊരിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇന്റർവ്യൂ കണ്ട് എനിക്ക് തോന്നുന്നു രേണുസുതിയുടെ ഒരു പേര് തന്നെ എനിക്ക് തോന്നുന്നു ഹോട്ട് സീറ്റിന് അപ്പുറവും ഇപ്പുറവും ആയിരിക്കും രേണുസുതി ലൈഫ് പോയത്. ഹോട്ട് സീറ്റിന് മുമ്പ് രേണുസുതിയെ തെറി പറഞ്ഞവരൊക്കെ ഹോട്ട് സീറ്റിന് ശേഷം രേണുസുതി മാലാഖിയായി, ഞാൻ മറ്റേ ഹോട്ട് സീറ്റ് ലൈവിന് അങ്ങനെയായി. അപ്പൊ അത് എന്റെ ഒരു കഴിവാന്നാ ഞാൻ വിചാരിക്കുന്നത്. ചേച്ചിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ രേണുസുദീനെ പച്ചത്തെറി പറഞ്ഞ ആൾക്കാർ പിന്നീട് രംഗത്തേക്ക് വന്നേക്കാണ്. എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയാണ് രേണുസുദീയുടെ അടുത്ത് ചോദിക്കുന്നത്, രേണുസുദീനെ ഭയങ്കര പോസിറ്റീവായിട്ട് പൊക്കിക്കൊണ്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, ഞാൻ തന്നെ ഞെട്ടുവേടാ. രേണുസുതിയെ ഒറ്റ നെഗറ്റീവ് ഇല്ല, നെഗറ്റീവ് മുഴുവൻ എനിക്കാണ്. അതെനിക്ക് തോന്നുന്നു ഒറ്റ ഫസ്റ്റ് പാർട്ട് തന്നെ 15 ലക്ഷം യൂട്യൂബിൽ കണ്ടു. അപ്പൊ അത് ആ 15 ലക്ഷത്തിൽ എന്നെ തെറി വിളിച്ചൊരു 10,000 പേരുണ്ട്. 10K ആൾക്കാർ എന്നെ തെറി വിളിച്ചിരിക്കുന്നില്ല. അത്രയും പേരും എന്നെ കാണാനാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നെ ചീത്ത വിളിക്കാനാണ് ആ ഷോ മുഴുവൻ ഇരുന്ന് കാണുന്നത്, അല്ല രേണുസുതിയെ കാണാനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്റെ വിജയമല്ലേ, ദാറ്റ് ഈസ് മൈ പവർ. ചേച്ചി പണ്ട് തൊട്ടേ ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണോ? പണ്ട് തൊട്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ. പ്രസംഗം അത് ഇതൊക്കെ പറഞ്ഞ് ചൈൽഡ്ഹുഡ് സമയത്ത് ഞാൻ അങ്ങനെ അധികം ഒരു പഠിപ്പിക്കായിരുന്നു. ഞാൻ പിന്നെ ലീഡർഷിപ്പ് പ്രസംഗിക്കുമായിരുന്നു. എനിക്കൊന്നൊരു 2nd സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ് വരെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഫസ്റ്റ് മാത്രം മേടിച്ച ഒരാളാണ് ഞാൻ പ്രസംഗത്തിന്. എലക്യൂഷനൊക്കെ ഞാൻ സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. യൂട്യൂബിന്റെ പേര് സ്പീച്ച് അതാണ്. സ്പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കവല പ്രസംഗം ഒന്ന് വീട്ടിൽ പറയും, ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി അല്ല പറയുന്നത്, അങ്ങ് പ്രസംഗിക്കുമായിരുന്നു. എന്റെ അമ്മയാണെങ്കിലും പറഞ്ഞ് കളിയാക്കും, എന്റെ തുടങ്ങിയ അമ്മ കവലപ്രസംഗം തുടങ്ങി ഓടിക്കോളാൻ പറയും അങ്ങനെ. അപ്പം ബേസിക്കലി എന്നിലുള്ളൊരു അതായിരിക്കാം, അങ്ങനെ എനിക്ക് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോഴേ അങ്ങനെ. അപ്പോൾ ചെറുപ്പത്തിലേ ഞാൻ ബോൾഡായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് പണ്ട് തൊട്ടേ, സ്കൂൾ ലീഡർ ക്ലാസ് ലീഡറൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. എന്തും ഒരു ലീഡർഷിപ്പോട് കൂടി ആൾക്കാരെ മേയിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറെ കൂടെ ബോൾഡ്നെസ്, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരു വഴി തുറന്ന എൻ്റെ മാരേജാണ്.
മാരേജിൽ ഉണ്ടായിട്ടുള്ള കുറെ ഒരു 10 വർഷം ഞാൻ അനുഭവിച്ച ട്രോമകൾ, പിന്നെ നമ്മൾക്ക് ആരുമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കുറച്ച് ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് കേസിന്റെ ഒരു വിഷയങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് കോടതിയിൽ പോരാടാം എന്ന രീതിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചേച്ചി എത്ര പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും ശരിക്കും ഈ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ ശുദ്ധന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു ബ്രേക്ക് ചെയ്യാൻ ഒരു പോയിന്റ് എത്തിയിട്ടുണ്ടാവും. ശരിക്കും ഒരു അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവണം എന്നൊരു ഡിസിഷൻ നമ്മൾ മനസ്സിലെടുക്കണമെങ്കിൽ ഒരു എക്സ്ട്രീം ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവും. അതെ അതെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു മോളാണ് എനിക്ക്, അവളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക എപ്പോഴും അതിനൊരു ഫാദർ വേണം. കാരണം ഞാൻ നല്ലൊരു അച്ഛൻ്റെ മകളായിരുന്നു. എൻ്റെ ഫാദർ ഇനി ഒരു 1000 ജന്മം ഉണ്ടെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം മരിച്ചിട്ട് 8 വർഷമായി. അപ്പോൾ എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം എന്നെ അറിയായിരുന്നു. 30-35 വർഷത്തോളം ഗൾഫിലായിരുന്നു. എങ്കിൽ പോലും പുള്ളിയുടെ സ്നേഹം നമ്മുടെ വീടിന് ചുറ്റുമുണ്ട് എപ്പോഴും. പുള്ളി പോയാലൊക്കെ വീട് ഇങ്ങനെ മറ്റേ ചത്ത വീട് പോലെ ഇരിക്കുന്നു. പുള്ളി ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാലൊക്കെ പിന്നെ 14 ദിവസത്തേക്ക് നമുക്ക് അനക്കമില്ല. അത്രയും വൈബാ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതെല്ലാം മേടിച്ചു തരുന്നതുകൊണ്ടോ നമുക്ക് സ്വീറ്റ്സ് കൊണ്ട് തരുന്നതുകൊണ്ടോ പുള്ളി അങ്ങനെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന. എന്നാൽ അമ്മയാണ് അവിടെ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്. പപ്പയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അച്ഛന്നല്ല പപ്പാന്ന് വിളിക്കുന്നത്. അപ്പോൾ പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പ വല്ലപ്പോഴും വരുന്നുണ്ട്, വഴക്ക് പറയും, കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അമ്മയുടെ ഒരു ശിക്ഷണത്തിലാണ് ഞങ്ങൾ മുന്നോട്ട്. കാരണം അമ്മ NRIയുടെ ഭാര്യയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളാണല്ലോ നാട്ടുകാർക്ക് ചുറ്റും. അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 2 മക്കളെയും കൊണ്ട് അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളെ വളർത്തിയത്. കാരണം അവരുടെ ജീവിതം അവർ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും വയസ്സ് പിന്നീട് പപ്പ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നില്ല. പകരം അവർ അക്കരെ ഇക്കരെ നിൽക്കുന്നു, മക്കൾക്ക് വേണ്ടി അവർ ബാക്കിയെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ത്യാഗങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെ ത്യാഗമാണോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഫാദറെ കിട്ടാതെ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പുള്ളി അദ്ദേഹം എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ, പുള്ളിക്ക് ആ കുഞ്ഞിനെ നോക്കത്തില്ല. അതാണ് പുള്ളിയിൽ എനിക്ക് ഏറ്റവും ഉള്ള വൈരാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഇയാളെയൊക്കെ ഞാൻ വിവാഹം കഴിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്തിനായിരിക്കും ദൈവം എന്നെ കൊണ്ട് ഇയാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചെന്ന് ഇപ്പോൾ ചിന്തിക്കാറ്. പക്ഷെ ഇപ്പോൾ എനിക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ബോൾഡാവാനും എൻ്റെ വഴികൾ സ്വയം കണ്ടെത്താനും ഇതിൽ ഞാൻ സ്വയം വെട്ടിയിറങ്ങിയാൽ മാത്രമേ ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിധാതാവിന് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അതിന് എൻ്റെ വീട്ടുകാരെ കൊണ്ട് പറ്റത്തില്ല. അവരെന്നെ രാജകുമാരിയായിട്ട് വളർത്തിയതാണ്. മറിച്ച് വില്ലൻ, എൻ്റെ ലൈഫിലേക്ക് ഒരു വില്ലൻ വേണമായിരുന്നു. അതിനാണ് കാശ് മുടക്കി ആർഭാടമായിട്ടൊരു വില്ലനെ ദൈവം കൊണ്ടുവന്നു. ആർഭാടമായിട്ട് വില്ലനെ 10 വർഷം ഞാൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഴിയുമെന്ന് പുള്ളി നോക്കി. സ്ട്രഗിൾ ചെയ്തു, ഫൈറ്റ് ചെയ്തു, പോന്നു. പിന്നെ എനിക്ക് പ്രണയങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തേപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നെ പ്രണയിക്കാൻ പലരും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹത്തിനപ്പുറം ഒരു പ്രണയമില്ലെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അതൊരു പൊട്ട ചിന്താഗതി കേട്ടോ. കാരണം നമ്മൾ പ്രണയിക്കേണ്ട പ്രായത്തിൽ പ്രണയിക്കണം എന്ന് ഒരു 10 പ്രണയമെങ്കിലും പ്രണയിക്കണം. ഞാൻ എൻ്റെ മോളോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഒരു 16 വയസ്സോടും കൂടി പ്രണയിച്ചോ. അന്ന് പ്രണയിച്ചില്ല, എനിക്ക് നല്ല റിഗ്രറ്റ്സ് ഉണ്ട്. പക്ഷെ ഇനിയും പ്രണയിക്കാം. എന്നാലും ഒരു ടീനേജ് ലവ് എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ അത് ബട്ടർഫ്ലൈ എഫക്റ്റ് എല്ലാവരും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കാത്തുനിപ്പ്, പിന്നെ ചെറിയ പിണക്കങ്ങൾ, ഇതൊക്കെ ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എപ്പോഴും എൻ്റെ മുമ്പിൽ ബേർഡനായിട്ട് നിന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമായിരുന്നു. അവരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന് മുമ്പ് തലകുനി. അന്നൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ പ്രണയം. പ്രത്യേകിച്ചും കുറേയൊക്കെ നമ്മുടെ വേറെ കാസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും വരിക. ഇന്നിപ്പോൾ അതൊന്നും വിഷയമല്ല. ഇന്നത് എന്താണ് ജെൻസിക്ക് അതൊന്നും വിഷയങ്ങളേ അല്ല. അവർക്ക് എപ്പോഴും പ്രണയമാണ്, എപ്പോഴും പ്രണയം. എല്ലായിടത്തും പ്രണയം മാത്രമേ ഉള്ളൂ. നോക്കിയാൽ മുഴുവനും കപ്പിൾസ്, ഒരുപാട് പ്രണയങ്ങളാണ്. എത്ര എനിക്കൊന്ന് 5ാം ക്ലാസ് തൊട്ടേ പ്രണയിക്കുകയാണ് എല്ലാം കൂടെ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 18 വയസ്സായാലും ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പുറകെ നടക്കും. അപ്പുറത്ത് ബോയ്സ്, ഞാൻ ഗേൾസ് കോളേജിലാണ് പഠിച്ചത്. അപ്പുറത്ത് പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമ്മൾ നല്ല ചുള്ളന്മാർ, ബസ്സിലൊക്കെ ഒരുമിച്ച് ചുള്ളന്മാർ കാണും. മാസങ്ങളോളം പുറകെ നടന്നവരുണ്ട്, വർഷങ്ങളോളം പുറകെ നടന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ശാപമായിരിക്കും ചിലപ്പോൾ. അന്നേ അവരുടെ കൂടെ വല്ലോ കേസ് പറഞ്ഞ് അവർ ചിന്തിച്ച് കാണും, ഇത്രയും കരിങ്കൽ ഹൃദയമുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഞങ്ങൾ പുറകെ നടന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു റീസൺ, എനിക്ക് അവരോട് അങ്ങനെ പ്രണയം തോന്നാത്തതിൻ്റെ റീസൺ എനിക്ക് എൻ്റെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പാടില്ല. നമ്മളൊരു ഇൻഡിവിജ്വലാണ്. നമ്മളെ ഒരു ഫാമിലി പുറത്തേക്ക് ഇടുമ്പോൾ നമ്മൾക്ക് ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു റൈറ്റ് ചെയ്തു തരണം അവർ. അപ്പം എൻ്റെ വീട്ടിൽ പ്രണയ വിവാഹത്തിനെതിരായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിക്കാമ്പോൾ ഞാൻ ആരെങ്കിലും പ്രണയിച്ചു അപ്പം പറയാം വേണ്ട, എൻ്റെ പപ്പയ്ക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിൻവലി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, എന്തിനാ അവരെ തല കുനിച്ച് അവർ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, അങ്ങനെ ഒരു ചിന്ത പാടെ. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെ വേണമെങ്കിൽ നീ പ്രേമിച്ചു, ആണിനെയോ പെണ്ണിനെയോ പെണ്ണിനെയോ ഒക്കെ പ്രേമിച്ചു, എനിക്കൊരു വിഷയമില്ല, അതിൽ എംബ്രൈസ് ഡെഫിനറ്റ്ലി. പക്ഷേ നമ്മുടെ ഐഡന്റിറ്റി വിട്ട് കളയരുത്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നെങ്കിൽ പിന്നീട് നീ അത് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല. ആ ഒരു മൂള നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പിക്ചർ എടുക്കുന്നു, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഇപ്പം ഒരു ബെഡ് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് അത് നിങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷമായിരിക്കണം. അത് വെച്ച് മുതലാക്കുന്ന ഒരുത്തനാണെന്ന് തോന്നിയാൽ അപ്പോൾ അത് കട്ട് ഡൗൺ ചെയ്തേക്കുക. പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു ഭയങ്കര കോമൺ ആയിട്ടല്ലേ, ലൈക്ക് ലവ് ഒക്കെ മുതലെടുക്കുന്ന ആണ്. അപ്പൊ ഞാനത് മോളെ അത് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരിക്കണം. നമ്മളുടെ മകന്റെയോ അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെയോ അവർക്ക് എന്ത് നമ്മൾ ഒന്ന് പറയാൻ പറ്റണം. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ വളർത്തിയിരുന്നത്. ഞങ്ങളെ രണ്ടുപേരും പപ്പ നാട്ടിലില്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും വന്ന് പേടിച്ച് പറയാൻ പറ്റത്തില്ല വീട്ടിൽ. നമുക്കൊരു പേടി ആദ്യം ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ മോൾ അങ്ങനെ ആവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്.
കാരണം അവർക്ക് എന്തും വന്ന് പറയാം. ഇപ്പം അമ്മ ഒരുത്തന്നെ എന്നോട് ഐ ലവ് യു പറഞ്ഞു കേട്ടോ, എന്നെ കിസ് അടിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തോന്നി അമ്മ എന്ന് അവർക്ക് പേടിയില്ലാതെ പറയണം. കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കൂടെ അവളുടെ ഫ്രണ്ട്ലിനെസ് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അവളോടൊപ്പം വളരാനാണ് ശ്രമിക്കുന്നത്. അവൾ എന്നോടൊപ്പം വളരാനല്ല, ഞാൻ അവളോടൊപ്പം വളരാനാണ് ശ്രമിക്കുന്നത്. പണ്ട് കുറേ കൂടെ റഫ്, അവളുടെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ അലറുമായിരുന്നു അവിടേക്ക്. കാരണം ഈ മറ്റേ എക്സ് ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുമല്ലേ, ഇപ്പം നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഭയങ്കര അവളെ കുളിപ്പിക്കുന്നതിനൊക്കെ ഞാൻ അലർച്ച് ദേഷ്യമോ കൊച്ചങ്ങ് പേടിക്കും. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ സ്വയം അവളെക്കുറിച്ചും എന്നെക്കുറിച്ചും അവലോകനം നടത്തി. ഇപ്പം ഞാൻ കുറേ മാറി. ഇപ്പോൾ അവളോട് ചോദിച്ചാൽ അവൾ പറയും അമ്മ അങ്ങനെ ദേഷ്യപ്പെടാറില്ല, ദേഷ്യക്കാരിയാണ് എങ്കിലും എനിക്ക് അമ്മയെ പേടിയില്ല എന്ന് ഇപ്പോൾ അവൾ പറയുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും വന്ന് പറയാറുണ്ട്. അങ്ങനെ ആവണം. അങ്ങനെ എൻ്റെ മോളോടും പറഞ്ഞിട്ട് എന്നോടിപ്പോൾ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, നീ അമ്മൂമ്മയോട് പറയുക, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആമിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയാണ്, എൻ്റെ അമ്മയെ പോലെ തന്നെ ഒരാളാണ്. പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരിയോട് പറയാം, അങ്ങനെ പറയാം. എന്നും കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ ഒരിടത്തും പോകില്ലടോ. എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ ആ ഒരു ഫ്രീഡം, അച്ഛ ഇതെന്താ ഇപ്പോൾ ഒരു കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ, ഇതൊക്കെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് MDMA പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ട് അച്ഛ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നിട്ട് എന്താ അച്ഛ അല്ലെങ്കിൽ എന്താ അമ്മയെന്ന് ചോദിക്കാനുള്ളൊരു ഫ്രീഡം. അപ്പോൾ അത് കിട്ടുമ്പോൾ അച്ഛൻ അടിച്ച് കാരണം പോയി, നീ സത്യം പറയടാ, നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനല്ലേ, സത്യം പറയടാ നീ ഇത് ഉപയോഗിച്ചിട്ടില്ലേ, നീ ഇപ്പം ഞാൻ പിടിക്കുന്നുള്ളതുകൊണ്ടല്ലടാ നീ ഇത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്ന് പറയും. അത് പറയരുത്. എന്ത് എവിടെ നിന്ന് കിട്ടി മോനെ, എന്ത് പറ്റിയടാ നിനക്ക് എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയും വഴി തെറ്റിപ്പോയില്ല. ഏറ്റവും നല്ല ഫ്രണ്ട്സ് അച്ഛനും അമ്മയാണെങ്കിൽ അവർക്ക് എന്തിനാ വേറെ ഫ്രണ്ട്സ്, ആരും വഴിതെറ്റിക്കത്തില്ല അവരെ. നമ്മളല്ല മാറേണ്ടത്, ജെൻസി അല്ല മാറേണ്ടത്, അവരെ വളർത്തുന്ന പാരന്റ്സാ മാറേണ്ടത്. ജെൻസിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ടോക്സിക് പാരന്റിങ്, ടോക്സിക് റിലേഷൻ. ഇപ്പൊ തന്നെ എത്ര കുട്ടികളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്ത് കളയുമായിരുന്നു. ഒരു 10 പേരെ ഒരു 15 വർഷം കൂടി എൻ്റെ മോക്ക് വേണ്ടി ഞാൻ അവിടെ ത്യാഗം ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ എന്താ പറയുക, അവർ എന്നെ െങ്കിലും ഞാൻ സ്വയം ായിരുന്നു ചിലപ്പോൾ. ആ ഒരു വെഡ്ജ് ഓഫ് ലൈഫിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരു ലൈക്ക് ഒരുപാട് ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ മീഡിയയിൽ വന്ന് പറയുന്നു ഞാൻ കുട്ടീന്ന് വിളിക്കുന്നത്, അത്രയും അവനെ കാണുമ്പോൾ തന്നെ അറിയാൻ ഒരു സൈക്കോ ആണെന്ന്. അവനവൻ്റെ അതല്ലേലും ഈ നാർസിസിസ്റ്റ് പെൺകുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ എക്സ് ഹസ്ബൻഡ് ഗുണം ഉണ്ടായിരുന്നു, പുള്ളി മിണ്ടില്ല, സംസാരിക്കുകയില്ല. അതുകൊണ്ട് പുള്ളിക്ക് അറിഞ്ഞുകൂടാ എന്തോ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് പുള്ളിക്ക് മോളെ ചക്കരയെന്നൊന്നും വിളിച്ച് വരത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ പുള്ളി ഭയങ്കര ക്രൂക്കടാന്ന് എനിക്കറിയായിരുന്നു. പുള്ളിക്ക് വേറൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ എൻ്റെ അടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ. മറിച്ച് പുള്ളിയുടെ ഓഫീസിൽ നിന്ന് കയ്യിരിപ്പ് കാരണം പറഞ്ഞു വിട്ടു, അത് വേറെ കാര്യം. എങ്കിലും പുള്ളിയുടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ പുള്ളി പോയിരിക്കുകയാണെങ്കിൽ പുള്ളി ഭയങ്കര വൈബാ. അയ്യോ ഇപ്പം മെഹറിനെയൊക്കെയാണ് കാണുന്നെങ്കിൽ അയ്യോ ചർച്ച ഇയാളെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എൻ്റെ ദൈവം എന്തൊരു പാവം മനുഷ്യനാ, അങ്ങനെ പറ്റും പുള്ളിക്ക്. പക്ഷെ ഞാൻ ഈ കൂടെ കിടക്കുന്നവർക്കിലെ രാപ്പനി എന്താണെന്ന് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു പുരുഷന്റെ യഥാർത്ഥ സ്വഭാവമാണെങ്കിൽ ഭാര്യയോട് ചോദിക്കണം, അമ്മയോടല്ല, ഭാര്യയോട് ചോദിക്കണം. അമ്മയുടെ മുമ്പിലും അമ്മയ്ക്ക് അറിയാം അവൻ്റെ ഒരു 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെയൊക്കെ എൻ്റെ മകൻ ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഒരു മകൻ എല്ലാ ഈ റേപ്പിസ്റ്റുകളെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. അവരൊക്കെ അമ്മയുടെ വയറ്റിൽ തോന്നുന്നില്ല, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ റേപ്പ് ചെയ്യാൻ പറ്റുന്നത്, വൈ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അമ്മയെക്കാളും കൂടെ ഒന്നെങ്കിൽ കാമുകി, അത്ര അടുപ്പുള്ള ഒരു കാമുകി, അല്ലെങ്കിൽ ഭാര്യയ്ക്കായിരിക്കും ഏറ്റവും നല്ല വൃത്തിയായിട്ട സ്വഭാവം പറയാൻ പറ്റുന്നത്. കാരണം കാമുകിക്കലും അത്രയും കാണിക്കില്ല, ഭാര്യയ്ക്ക് കാണിക്കും. അവൻ്റെ വൈകൃതങ്ങളെല്ലാം കാണിക്കുന്ന വ്യക്തി ഭാര്യയാണ്. സോ ഷീ നോസ് എത്രയും ഡീപ്പായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി അതായിരിക്കും. ഒരു പുരുഷനെയും സ്ത്രീയെ എത്രമാത്രം പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുരുഷന്മാർ പഠിച്ച് ഇതിപ്പോൾ ഓർക്കുമ്പോൾ പഠിക്കുന്നൊക്കെ അങ്കാരി ഇവിടെ വന്ന് പുരുഷന്മാരെ ചീത്ത വിളിക്കായിരിക്കും. ഇതൊക്കെ എൻ്റെ ഒരു അനുഭവ പാഠങ്ങളാണ്. ചേച്ചി അപ്പം കല്യാണം കഴിഞ്ഞ് 10 വർഷത്തോളം ചേച്ചി ട്രോമയെ കൂടെയാണ് കടന്നു പോയെന്ന് പറഞ്ഞത്. ലൈക്ക് കല്യാണം കഴിഞ്ഞ ലൈക്ക് ആദ്യ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യ കാലങ്ങളിൽ എന്നോട് എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നീ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആയതുപോലെയാണല്ലോ ശാരി ബിഹേവ് ചെയ്യുന്നത്, എന്താ പറ്റുന്നത് വെച്ചാൽ ആ വേറൊരു മരവിപ്പാണ്. നമ്മൾ ഒരുപാട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അറേഞ്ച്ഡ് മാരേജ് ചെയ്ത് വളരെ സന്തോഷത്തോടെ കല്യാണത്തിലേക്ക് വരും. കല്യാണം എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാവരും വേറൊരു ലൈഫാണല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഒരാളോട് ചേരുന്നാ പറയുന്നത്. നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല വിവാഹം കഴിക്കണമെന്ന്. വിവാഹം ഈസ് നോട്ട് ദ എൻഡ്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഞാൻ പറയും, ജീവിതത്തിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നത്തിങ് വിൽ ഹാപ്പൻ. ഇപ്പോൾ വിവാഹം കഴിച്ച് സെക്സ് ചെയ്യണമെങ്കിൽ വിവാഹം കഴിക്കണോ, കുട്ടികളുണ്ടാണെങ്കിൽ വിവാഹം കഴിക്കണം, ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ നല്ല ലവേഴ്സ് ആയിരിക്കും അവർ കല്യാണം കഴിച്ചോടുകൂടി നശിക്കും. ചില റിലേഷൻഷിപ്പ് കണ്ടിട്ട് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ, ഇതിൽ എക്സെപ്ഷണൽ കേസുകൾ ഇല്ലാതില്ല. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ടൊരു സർവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-80% അല്ലെങ്കിൽ 60-70 നോക്കിയാലും ലൈഫിൽ ഭയങ്കര കോംപ്രമൈസ് ആണ്. ഇപ്പം തന്നെ ഇന്ത്യൻ ഗേൾസ് അല്ലെങ്കിൽ ഇന്ത്യൻ വിമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കല്യാണത്തിലും ഒരു 60-70% വിവാഹിതര ബന്ധങ്ങളുണ്ടെന്നാണ് പുതിയ ന്യൂസ് വന്നിരിക്കുന്നത്. വിവാഹിതര ബന്ധങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ഒരാളോട് കിടന്ന് അയാളുമായിട്ട് എല്ലാം പങ്കിട്ടിട്ട് പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകാൻ പറ്റുക? അപ്പോൾ ആ റിലേഷൻഷിപ്പിന് മനസ്സുകൊണ്ടൊരു സുഖമില്ല, അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം സഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഈ വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല, ഇത്രയും കാശ് മുടക്കി തന്നെ ഞങ്ങൾ കെട്ടിച്ചതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്ന ഒരു 60% പാരന്റ്സ് ഉണ്ട്. പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാനിപ്പോ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും അവർക്കുണ്ടായിരിക്കും, അവർക്ക് എന്നോട് ഞാൻ പറഞ്ഞ വിട്ടുകൊടുക്കാത്തതുകൊണ്ടായിരിക്കും അവരത് എന്നോട് പറയാത്തത്.
എങ്കിലും ചിന്തിക്കും പക്ഷേ നാട്ടുകാർ എന്ത് വിചാരിക്കും ആദ്യകാലങ്ങളിൽ. പിന്നെ ഇവൻ ഈ ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ആദ്യം മോശം പറഞ്ഞാൽ എൻ്റെ അമ്മേനെ തല്ലാൻ വരും. നിനക്കാണ് അഹങ്കാരം, നീ ഇത് ചാട്ടക്കാരിയല്ലേ, ഞാനിങ്ങനെ തുറന്നടിച്ച് പറയുന്നതുകൊണ്ട് നീ കുറച്ച് ഒതുങ്ങണം, എന്നോട് അങ്ങനെ പറയും, നീ കുറച്ച് ഒതുങ്ങണം. പിന്നീട് പുള്ളിയുടെ ഒരു യഥാർത്ഥ ടോക്സിസിറ്റി അവർക്ക് മനസ്സിലായപ്പോൾ ഇത് ഇങ്ങനെയുള്ള വ്യക്തികളെ ആർക്കും തുറന്നു കാണിക്കാൻ പറ്റത്തില്ല, നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം. ഇപ്പൊ മെഹറിനോട് എനിക്ക് ഒരിക്കലും അയാളെ കുറിച്ച് തുറന്നു കാണിച്ചാൽ അയാളുടെ പെരുമാറ്റം കൊണ്ട് പുള്ളി അത് മാറ്റിക്കളയും. ഷാജി പറഞ്ഞൊന്നുമല്ല, പുള്ളി നല്ല ഫ്രണ്ട്, ഏത് പാതിരാത്തിലും പുള്ളിയോട് എവിടെയാണെങ്കിലും ഇപ്പോൾ പുള്ളി ഒരിക്കലും മോശമായിട്ട് നോക്കുക സംസാരിക്കുക ഒന്നും ചെയ്യില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്ന ഒരു ഫാമിലിക്ക് ചെല്ലുന്നത്. ഇവർ മിണ്ടുകയില്ല, അങ്ങനെ സംസാരിക്കത്തേയില്ല, ഭയങ്കര അഭിമാന ബോധം എന്നൊക്കെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കാണിക്കാത്ത ഒന്നുമില്ല. നമ്മൾ അഭിമാനമുള്ളവർ എന്താ ചെയ്യുന്നത്, മോശം കാര്യങ്ങൾ ചെയ്യരുത്, അത് പിടിക്കപ്പെട്ടാൽ എൻ്റെ അഭിമാനം പോകും. പക്ഷെ അങ്ങനല്ല, ഈ ലൈറ്റ് അണച്ചാൽ എല്ലാ പുരുഷന്മാരും ഒരുപോലെ ആണെന്ന് ആരോ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല, എങ്കിലും ജനറലി പറയുമ്പോൾ അങ്ങനെ ലൈറ്റ് അണച്ചാൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്ക് ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും ഒരുപോലെയാണെന്ന് പറയുന്ന പോലെ ഇതുപോലെ മുഖമറയുണ്ടെങ്കിൽ എന്തും കാണിക്കാമെന്നൊരു നിലപാടുള്ള ഫാമിലിയാണ് അവർ. അപ്പോൾ അവർ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഗോതയിൽ വെച്ച് കാണാം, എന്തായാലും നമുക്ക് കോർട്ടിൽ വെച്ച് കാണേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാത്തത്. എന്തിനാ പിന്നെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം അവിഹിതമൊക്കെ ഇപ്പൊ ഭയങ്കര കോമൺ ആയി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ പണ്ടും ഉണ്ടോ, പക്ഷെ അത് പുറത്ത് വിടാത്തതാണ് കോമൺ അല്ലാത്തത്. ഇപ്പൊ പുറത്ത് വിടും. പണ്ടും അവിഹിതമുണ്ട്, പണ്ടും ചൈൽഡ് റേപ്പ് ഉണ്ട്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും ഉണ്ട്, രാജാക്കന്മാരുടെ കാലത്തോടെ ചൈൽഡ് റേപ്പ് ഉണ്ട്. 7 വയസ്സും 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും പുറത്ത് വരാൻ അന്ന് മീഡിയ ഇല്ലായിരുന്നു. ഇന്ന് ഓൺലൈൻ മീഡിയ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഓൺലൈൻ മീഡിയ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേയധികം ഇപ്പോൾ നമ്മുടെ ആ കർണാടകയിലെ കേസ് എങ്ങനെയാണ് പുറത്ത് വന്നത്, ഓൺലൈൻ മീഡിയ കൊണ്ടുവന്നതാണ് പുറത്തോട്ട്. സാറ്റലൈറ്റ് ചാനൽ പറയാൻ മടിച്ചിരുന്നതാണ്. ഈവൻ എലിസബത്തിന്റെ കേസ്, ഡോക്ടർ എലിസബത്ത്, അതിന്റെ കേസുകളും മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും പറയത്തില്ലായിരുന്നു. പക്ഷേ അതും ഓൺലൈൻ മാധ്യമങ്ങളാണ് ചൊറിഞ്ഞുകൊണ്ട് വരുന്നത്. കുറേയധികം കേസുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ പേടിയില്ല. അവർക്ക് പൂർണ്ണം പിന്നെ ഒരുപാട് 1 crore അടിച്ചവർക്കല്ലേ അവന് സബ് ചാനൽ വന്നിരുന്നു പറയും അവര്. അത് പോയാലും കുഴപ്പമില്ല, അടുത്തുണ്ടാക്കാമല്ലോ, വലിയ കാശലൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കർണാടകയിലെ 100,000-ഓളം കുട്ടികളെ റേപ്പ് ചെയ്ത് കുഴിച്ചിട്ട് ഒരാളുടെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും അല്ല ആദ്യം കൊണ്ടുവന്നത്, ഓൺലൈൻ മാധ്യമങ്ങളാണ് ആദ്യം തപ്പിപ്പിടിക്കേണ്ടി വന്നത് സ്റ്റോറി ആയിട്ട്. അതിനുശേഷമാണ് സാറ്റലൈറ്റ് മാധ്യമങ്ങൾ വരുന്നത്. സോ അതിപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് അടുത്ത സ്റ്റോറി, അവർ രാഷ്ട്രീയത്തിന്റെ പുറകെ മരണത്തിന്റെ പുറകെ പോകും. അതാണ് വ്യത്യാസം. സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും നാളും സ്നേഹിച്ച ഒരു മനുഷ്യന് അവിഹിതം ഉണ്ട്, ലൈക്ക് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്ന പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര, കാരണം ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ എന്തെങ്കിലും എന്നോട് വഴക്കിടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാടിക്കടിച്ച് ഒരു വഴക്കാക്കും, അതവിടെ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കായിരുന്നു അവിടെ എപ്പോഴും. പിന്നെ പൈസ ഒരു ഗ്രീഡി പേഴ്സൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്, അതൊക്കെ പറയേണ്ട സ്ഥലമുണ്ട് വേറെ, അത് എത്രമാത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ വന്നപ്പോൾ ഞാൻ ഒരിക്കലും അയാളുന്നത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരിക്കലും ഞാൻ അയാളുന്നത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇയാൾ പറയുമ്പോഴൊക്കെ ഇയാൾ ഓഫീസിലെ അവിഹിതങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇയാൾക്ക് ഇതെങ്ങനെ പറ്റും, ഇയാളൊരു പുരുഷനല്ലേ, ഇയാൾ എങ്ങനെയാണ് ഓഫീസിലെ അവിഹിതങ്ങളൊക്കെ എന്നോട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഓഫീസിലെ അവിഹിതങ്ങളാണ് പറയുന്നത്, പ്രണയകഥയല്ല പറയുന്നത്. ഞാൻ സത്യം, അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സത്യം പറ ഇത് നിങ്ങൾ അല്ലേ ഇതിലെ നായകനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ പറഞ്ഞ പലരെയും ഞാൻ പിന്നെ അവിഹിതത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ അത് പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എങ്ങനെയാ അറിഞ്ഞേ? ഇത് പുള്ളിക്ക് ഒരു 2 വർഷമായിട്ട് പുള്ളി ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. മോള് ഇപ്പോൾ താഴെ ഇരുന്ന് TV ഒക്കെ കാണുവാണെങ്കിലും പുള്ളി മേളിൽ തന്നെ എപ്പോഴും ഫോണുമായിട്ട് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ പൊട്ടിക്കാളി, എനിക്ക് സംശയം തോന്നിയില്ല. കാരണം പുള്ളി ഒരിക്കലും ആ ഒരു ലെവലിൽ പോകത്തില്ലെന്ന്, ലോ ലെവലിലേക്ക് പോകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പുള്ളിയെക്കുറിച്ച് കുറേ അലിഗേഷൻസ് ഒക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞെങ്കിലും ആഫ്റ്റർ മാരേജ് അല്ലേ, അത് നമുക്ക് നോക്കാം എന്ന രീതിയിലായിരുന്നു എൻ്റെ ചിന്താഗതികൾ. കാരണം ബിഫോർ മാരേജ് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് പ്രണയില്ലെന്ന് വെച്ചാൽ പുള്ളിക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തോളം ഞാനത് ചിന്തിച്ചിട്ടില്ല. 2 വർഷത്തോളം പുള്ളി ഒരു പതിയെ എനിക്കത് ഫീൽ ചെയ്യുമല്ലോ. കാരണം 10 വർഷമായിട്ട് പുള്ളിയുടെ 10 വർഷത്തിൽ പലയിടത്തും ഇടിയും പരവസ്ഥയിലേക്കായിട്ട് വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലെ ഫാമിലിയിലാണ് താമസിച്ചത്. അപ്പോൾ മോളെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലും മോളോടുള്ള കൺസേണിലൊക്കെ എന്തൊക്കെയോ ഒരു എന്താ വെച്ചാൽ മോള് എന്തും പുള്ളിയോട് നമ്മൾ ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത് പോട്ടെ, കുഞ്ഞാണെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മോൾക്കത് വേണ്ടതല്ലേടി എന്ന് ചോദിക്കത്തില്ല, അവൾ വേണമെങ്കിൽ ചോദിക്കണം. പുള്ളിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മടിയിലിരുത്തി സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത്രേ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റില്ല. ഒരിക്കലും എന്നോട് ചോദിച്ചില്ല എന്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നൊരു പോയിന്റ് അതായിരുന്നു പുള്ളിയായിട്ട്. എടാ ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നതിനോ ഞാൻ അമ്മയോ അച്ഛനോ ആയിക്കോട്ടെ, ഒരാളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എനിക്ക് തോന്നുന്ന ഇമോഷൻസ് നിന്നുമാണ്. അത് ഇമോഷൻസ് നമുക്ക് ഒരാളെ എങ്ങനെയാണ് കുത്തിക്കയറ്റി വെക്കാൻ പറ്റുക? അവരുടെ അച്ഛനും അമ്മയും വളർത്തി കുളവാക്കിയ മകനെ എനിക്ക് എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? അയാളെ സ്നേഹിക്കാൻ അവരല്ലേ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ഡെവലപ്മെന്റ് വേണം. സ്വന്തമായിട്ട് നിലപാടില്ല കേട്ടോ പുള്ളിക്ക്. അത് ജീവിതത്തിൽ അയാൾ ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള പുള്ളിയുടെ നിലപാടുമായിട്ട് പോയാൽ ജീവിതത്തിൽ രക്ഷയില്ല. അയാൾ പോക്കയാളുടെ കാര്യം നിലപാടില്ല, ലക്ഷ്യബോധമില്ല, ഒന്നുമില്ല. ഇപ്പൊ ചേച്ചി ലൈക്ക് വേറെ വർക്ക്സ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ ഡിബേറ്റ്സിന് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മൂപ്പര് എന്തെങ്കിലും? പുള്ളിക്ക് ഒന്നിനും മറുപടി ഇല്ല, മൗനം. അപ്പം ഞാൻ മൗനം സമ്മതം അങ്ങോട്ടൊക്കെ എടുത്തു. പിന്നെ പണ്ടേ എന്തൊക്കെ മറ്റേ റിബൽ സ്വഭാവം ഉണ്ടല്ലോ, ഞാനൊരു വ്യക്തിത്വമാണ്. പുള്ളിയുടെ ഇഷ്ടത്തിന് മുടി വെട്ടുന്നു, മുട്ടയടിക്കുന്നു, നടക്കുന്നു, പാൻറ് ഷർട്ട് വിടുന്നു. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മുടി വെട്ടുന്നു, നടക്കുന്നു. പുള്ളി പൈസ ഒന്നും തരില്ല.
പുള്ളി പൈസ ഒന്നും തരാറില്ല. പുള്ളി മോളുടെ കാര്യത്തിന് എന്തെങ്കിലും പുറകെ അത് ചോദിച്ചാൽ മാത്രമാണ് മാസം അവളുടെ കാര്യങ്ങൾക്ക് പൈസ തരുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരിക്കലും എനിക്ക് വണ്ടിക്കൂലി തന്നിട്ടില്ല, എനിക്കൊരിക്കലും ഫുഡ് വാങ്ങിക്കാൻ പൈസ തന്നിട്ടില്ല. ആദ്യകാലങ്ങളിൽ നമുക്ക് ഇവിടുന്ന പൈസ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ മെഹറിന് അറിയാലോ തുടക്കമൊക്കെ എത്ര മാത്രം സ്ട്രഗ്ലിംഗ് ആയിരിക്കുമെന്ന്. പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പുള്ളി കൊണ്ടാക്കുകയോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പൈസ ഇല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കും, ഞാൻ വേറെ ആരെങ്കിലും കട വെച്ചിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചോദിക്കും നാണം കെട്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ഇട്ട് തരികയോ അല്ലെങ്കിൽ അമ്മ തരികയോ ചെയ്യും. അപ്പോൾ നീ വീട്ടിൽ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് മേടിച്ചിട്ട് പോകാം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചൊന്നും പുള്ളി ചോദിക്കുകയില്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ നിനക്ക് പൈസ ഉണ്ടോ കയ്യിൽ. പുള്ളിയുടെ മോളെ കൊണ്ടുപോകണമെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് പറയും പൈസ ഇല്ല, ഡോക്ടറെ കാണിക്കേണ്ട, പൈസ ഇട്ട് തരാൻ പറയും. അവൾക്ക് കണ്ണിനൊരു ചെറിയ വിഷയം വന്നപ്പോഴത്തേക്ക് അത് കൊണ്ടുപോകാനായിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ എറണാകുളത്തേക്ക് വരുന്നതിന് ഇച്ചിരി പൈസ ചിലവുണ്ടപ്പോഴും പുള്ളിയോട് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഇട്ടെന്ന് ഞാൻ കൊണ്ടുപോകാൻ. പുള്ളിക്ക് കൊണ്ടുപോകാൻ സമയമില്ല. പക്ഷെ അവിടെ മറ്റേ ചുമടായിരുന്നു പുള്ളിക്ക് പണി, നാഷണൽ അവിടെ ഓഫീസിലെ ചുമടെടുക്കലായിരുന്നു പുള്ളിയുടെ പണി. അത്ര തിരക്കായിരുന്നു പുള്ളിക്ക്. എന്നാൽ പുള്ളി പറയാറ് പക്ഷേ വീട്ടിൽ വരുന്നതിനെ പുള്ളിക്ക് തിരക്ക്, ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പുള്ളിക്ക് തിരക്കില്ല. അപ്പോൾ ഈ ഒരു റിലേഷനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഒരു 2 വർഷമായിട്ട് പുള്ളിക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനോർത്തോ പുള്ളിക്ക് എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല, പുള്ളി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ബിസിനസ്സിൻ്റെ തിരക്ക്, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം ഈ ശുദ്ധനെ ദൈവം എപ്പോഴും സംരക്ഷിക്കും. അവർ പൊട്ടന്മാരായിട്ടിരുന്നാലും ദൈവം എപ്പോഴെങ്കിലും അവരുടെ മുമ്പിൽ കൂടെ സാധനം ഇടും. അങ്ങനെ പുള്ളി ഒരു അലിഗേഷൻ്റെ ഭാഗമായിട്ട് ഓഫീസിൽ നിന്ന് ഒരു കേസുമായിട്ട് പുള്ളിയുടെ ചുമത്തപ്പെട്ട് പുള്ളി ഒളിവിപ്പോയി. ഓഫീസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റിയതിൻ്റെ പേരിൽ ഓഫീസിൽ നിന്ന് പണിയൊക്കെ പോയി കേട്ടോ, പണിയൊക്കെ അവർ പറഞ്ഞു വിട്ടു അവിടുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒളിവിലിരുന്ന സമയത്ത് പുള്ളി ഉപയോഗിച്ച് ഫോൺ എൻ്റെ മോക്ക് കളിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അത് ഞാൻ പരിശോധിച്ചപ്പോൾ തെളിവാണ് നമ്മുടെ കയ്യിൽ. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു അതിനകത്ത്. അന്ന് ഞാൻ പൂർണ്ണമായിട്ട്, അതിനു മുമ്പ് എൻ്റെ കസിൻസ് പറയുന്നു, ഫ്രണ്ട്സ് പറയുന്നു, ഈ രാത്രി കാലങ്ങളിൽ നീ എന്ത് ചോദിക്കത്തില്ലേ, ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ അവർ സഹായിക്കാൻ വന്നതാണ്, എനിക്ക് പിന്നെ ഈ ചുമ്മാ അങ്ങ് സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഇയാൾ ആരെന്ന് ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചില്ലേ, ആര് പൊട്ടി ആ സമയത്തൊക്കെ. അങ്ങനെ ഫോൺ സംഭാഷണം പിടിച്ചോടുകൂടി അത് ഞാനൊന്ന് ചിന്തിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് ഓടിപ്പാഞ്ഞു ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ 100% അടിവരെ ഇട്ടു. പുള്ളി ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന് മുമ്പ് നമുക്ക് തോന്നും സിംറ്റംസ് അടിക്കാം, കാരണം വെച്ചാൽ കുഞ്ഞിനോട് പോലും ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ ഏത് നേരം നോക്കിയാലും മോളിൽ ഫോണിലാണ്. ബാത്റൂമിൽ പോയാൽ ഫോൺ, പിന്നെ നടക്കുന്നത് ഫോൺ, ഇരിക്കുന്നത് ഫോൺ, കാറിൽ വന്ന് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ അതിനകത്ത് ഫോൺ. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ ഓഫീസിലുള്ള ആരെങ്കിലും ആയിട്ട്. അപ്പോൾ ഇയാളോട് പറയും ഞാൻ പെണ്ണുങ്ങളുമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, ഞാൻ ആണുങ്ങളുമായിട്ടാണ്, നീ എന്തോ ചിന്തിക്കുന്നത്. പണ്ടോട്ടേ ആൾക്ക് ഫോൺ കഴിക്കുന്നു, പണ്ടോട്ടേ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നായിരിക്കും ആൾക്ക്, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ചൊന്നും. തെളിവ് സഹിതമായിട്ട് എൻ്റേത് പുള്ളിയുടെ തന്നെ ഓഫീസിലുള്ള പിള്ളേരുള്ള വൃത്തിയായിട്ടുള്ള റിലേഷനാണ്, അതല്ലാതെ പുതിയ മറ്റേ അൺമാരീഡ് ആയിട്ടുള്ള വുമനുമായിട്ടൊന്നും അല്ല. അപ്പം ആ സ്ത്രീയും അവിഹിതം അവിഹിതം തന്നെ. ഞാൻ എന്നിട്ട് അയാളുടെ ഓഫീസിൽ പോയി ഭർത്താവിനോട് കാര്യം എന്ന് പറഞ്ഞു കൊടുത്തേച്ചു. സ്ത്രീയുടെ ഭർത്താവിനോട് അയാളെ എടുക്കാതിരിക്കാൻ നമ്മുടെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ റിലേഷൻ. ആ ഫോണാണ് വഴിത്തിരിവായത് എന്ന് വെച്ചാൽ ഇത് ഉറപ്പിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും ഒരു പ്രാവശ്യം മാത്രം പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ചു വിളിക്കാൻ എങ്ങനെ തൊലി കെട്ടി വന്നെന്ന് എനിക്കായിരിക്കും, ഒരു ചാൻസ് കൂടെ എനിക്ക് നീ തരില്ലേ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ ഷൂട്ടിന് വരുവാ, ഞാൻ ഡ്രൈവിങ്ങിലാണ്, എനിക്കൊന്ന് അരൂർ ബൈപ്പാസിൽ ഡ്രൈവിങ്ങിലാണ്. ഞാൻ ചോദിച്ചെങ്കിൽ നാണമില്ല നിങ്ങൾക്ക്, ഇതിന് മരിച്ചുകൂടെ നിങ്ങൾ ഞാൻ ചോദിച്ചതാണ്, ഞാൻ എവിടെയോ അത് പറയും, നിങ്ങൾ മരിച്ചുകൂടെ, മരിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റേ മാലയിട്ട് എൻ്റെയും മോളും കൂടെ ഒരു കണ്ണീര് പൊഴിച്ചേനെ മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ നിനക്ക് മോളെ അപ്പോൾ അയാൾ എന്നോട് സമ്മതിച്ചു, നീ ഉദ്ദേശിക്കുന്ന അത്രയും ആഴങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇല്ലായിരുന്നു അത്രയും. അപ്പോൾ സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് മെഹർ ആലോചിക്കണം. പുള്ളിയോട് സമ്മതിക്കുകയാണ് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന അത്ര ആഴങ്ങൾ എന്ന് വെച്ചാൽ അവർ ഹോട്ടലിൽ റൂം എടുത്തില്ലെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതിനുശേഷം ഒരിക്കലും ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു വേദന എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിലാണ്. ഒരിക്കലും ആ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും. അന്നും ചെയ്തിട്ടില്ല. ആ 2 വയസ്സുള്ളപ്പോഴും അവനും ചെയ്തു, ഇപ്പോൾ അവൾ 9 വയസ്സുള്ളപ്പോഴും അവനും ചെയ്തു. 2 വയസ്സുള്ളപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടാലെ ഞാൻ തിരിച്ചു പോയത്, അയാൾ പിന്നെയും നന്നാകുമെന്ന് കരുതി. പക്ഷേ അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കളാന്ന് എനിക്ക് മനസ്സിലായി. അന്ന് നീ അടുത്തില്ലാതിരുന്നുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം തോന്നാതെന്ന് പറഞ്ഞവൻ 6 വർഷം കൂടെ കഴിഞ്ഞ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നില്ല ഇപ്പോൾ, അല്ലെങ്കിൽ അടുപ്പമില്ല. അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഒന്നിനും വന്നിട്ടില്ല അയാൾ. അപ്പോൾ അയാൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ ആളല്ല. ഹീസ് ജസ്റ്റ് എ സൈക്കോ ഐ തിങ്ക്. നോർമൽ ഒരു മാൻ അല്ല. നോർമൽ മാൻ ഉറപ്പായിട്ടും ഭാര്യയോട് മിണ്ടില്ലെങ്കിലും മക്കളോട് വരും, മകളോട്. അത്രയും ഒരു പാവം കുഞ്ഞാ. അപ്പോൾ ഞാൻ സ്കൂളിൽ പബ്ലിക്കായിട്ട്, കാരണം അവളെ ഒരാളും കുത്തരുതെന്ന് എനിക്ക് നിർബന്ധം. അവൾക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, അവളുടെ ഫാദറിൻ്റെ കാര്യത്തിൽ അവൾക്ക് വിഷമമുണ്ട്, പക്ഷെ അത് കാണിക്കില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം അവള് അമ്മ അച്ഛൻ എന്നെ എന്തായിരിക്കും കാണാൻ വരാതെ. ഇനി ഞാൻ അയാളെ ഇപ്പോൾ അവൾ പറയുന്ന ഞാൻ ഇനി അയാളെ എന്നെ കാണാൻ വന്ന് ഞാൻ പറയുന്ന ആ ലെവലിലേക്കുള്ള അവൾക്ക് വളർന്നു തുടങ്ങിയല്ലോ, അവൾക്ക് മനസ്സിലായി തുടങ്ങി. നമ്മളൊന്നും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും, ഞാനൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെ റിലേഷൻ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും നമ്മൾ വിഷയങ്ങൾ നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് താല്പര്യം, എനിക്ക് പറ്റത്തില്ല കുഞ്ഞെ അങ്ങനെ ഒരാളെ. കാരണം ഞാൻ ഒരാളെയും ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അഥവാ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായാൽ, ഇനി ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്, ബട്ട് ഒരു ലിവിംഗ് റിലേഷൻ ഉണ്ടായാലും എൻ്റെ മോളോട് പറഞ്ഞിട്ടായിരിക്കും. കല്യാണം കഴിച്ചുകൊണ്ട് അയാളെ വഞ്ചിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ചെയ്യില്ല. എനിക്ക് അങ്ങനെ ഒരു ബോണല്ല, ഞാൻ അങ്ങനെ ഒരു ബ്ലഡ് അല്ല എൻ്റെത്, എനിക്കത് പറ്റത്തില്ല ഒരിക്കലും. റിലേഷൻഷിപ്പ് ഒരാളുടെ പ്രണയം തോന്നിയാൽ പോലും
ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് തുടരാൻ താല്പര്യം, നമുക്കൊരു ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് തന്നെ ചെയ്തുകൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകത്തേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ഒരു അവിഹിത പരിപാടി, ആ പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അയാളോട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ അയാൾ പറയുന്ന വാക്കുകളുടെ ഞാൻ ഇപ്പോൾ ചിരി വരും എനിക്ക്. എനിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ, നമ്മുടെ മോളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്ര സിമ്പിളാണ് ഡൈവോഴ്സ് വെരി സിമ്പിളാണ് ഡൈവോഴ്സ്. പക്ഷേ അതിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഓഫ് അവളുടെ ഒരു ബാല്യം, അവളുടെ ഒരു മൈൻഡ് എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മകളായതുകൊണ്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. അവൾ എന്നോട് ഒരിക്കലും പറയുന്നില്ലെങ്കിലും എനിക്കിത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മോളുടെ അച്ഛനും അമ്മയും ഫ്രണ്ടും എല്ലാമാണ്. ബേബി ഇൻസൈഡ് അവൾ വളരുമ്പോൾ കുറച്ചുകൂടെ ബോൾഡാക്കി വളരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളോട് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മോൾക്ക് അച്ഛനെ കാണാത്ത വിഷമമുണ്ടോ, വിഷമിക്കണ്ട, അയാൾ വരും, ഒരിക്കലും പറയാറില്ല. എപ്പോഴെങ്കിലും കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? ആദ്യ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പിന്നെ എന്നെ ഇഷ്ടമല്ലായിരിക്കും അച്ഛൻ, അല്ലേ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛൻ വരാത്തത്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബയോളജിക്കലി കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് അയാൾ. കുഞ്ഞിന് എപ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നിയാലും ഇപ്പം അച്ഛൻ വരികയാണെങ്കിൽ അമ്മ ഒരിക്കലും എതിർക്കത്തില്ല. ബിക്കോസ് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രം. അല്ലാതെ അയാൾ, കാരണം കുഞ്ഞിനെ അയാൾ നോക്കണം, കുഞ്ഞിന് ചിലവിന് തരണം, കുഞ്ഞിൻ്റെ കാര്യം. കാരണം അവൾ വഴിയിൽ കിടന്ന് പ്രസവിച്ചുകൊണ്ട് അവിഹിതത്തിലുണ്ടായ കുട്ടിയല്ല. അവൾക്ക് റോയൽ നിയമത്തിൽ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ അവൾക്ക് കൊടുക്കും, 18 വയസ്സോടെ കൊടുക്കാൻ. അത് കഴിഞ്ഞു എനിക്ക് അയാളുടെ പൈസയൊന്നും വേണ്ട, എനിക്ക് ഒറ്റ പൈസ അയാളുടെ വേണ്ട, എന്നെ അവൾ നോക്കുകയും വേണ്ട, മിണ്ടും വേണ്ട. പക്ഷെ ആ കുഞ്ഞ് അവകാശപ്പെടും, അത് അവകാശമുള്ളതാണ് അവൾക്ക്. അപ്പോൾ അവളത് അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാനത് ഏതറ്റം വരെയും പോയത് മേടിച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൾക്ക് തോന്നുന്നതാണ് അച്ഛനുമായിട്ട് മിണ്ടണം, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല. പക്ഷേ അത് 18 വയസ്സിന് ശേഷം മാത്രം. അതിന് മുമ്പ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ ഒഴിച്ച്, അതും കോടതിയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞെല്ലാം സെറ്റിൽ ആയതിനു ശേഷം മാത്രം, ഡൈവോഴ്സും ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാൾ കുഞ്ഞിനെ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് അവളോട് ദേഷ്യമുള്ളൂ, എനിക്ക് താല്പര്യം, അവൾ എൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച്, ശരി ഞങ്ങൾ തമ്മിൽ മാരേജ് പ്രശ്നമാണ്, ഓക്കെ ഫൈൻ, ഞങ്ങൾ വ്യക്തികൾ തമ്മിൽ, പക്ഷേ എൻ്റെ മോള് അവൾ എൻ്റെ അല്ലേ എന്നൊരിക്കലും അവൾ പറഞ്ഞിട്ടില്ല. ആൻഡ് ഹി ഈസ് എ കവേർഡ്, സച്ച് എ കവേർഡാണ് അയാൾ. സ്വന്തമായിട്ട് സ്നേഹമില്ലാത്ത, എനിക്ക് അടുത്തറിയാവുന്ന ഒരേ ഒരു വ്യക്തി, സ്വന്തമായിട്ട് ഒരു സ്നേഹമില്ലാത്ത, സെൽഫ് ലവ് ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾ നന്നാവാത്തത്. ഇനി നന്നാവുമെന്ന് തമ്പുരാൻ അറിയാം, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ നന്നാവും. അയാൾ പിന്നെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഞങ്ങൾ എത്തിപ്പെടാത്ത ദൂരത്തിൽ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇമോഷണൽ. ഓക്കെ. അപ്പൊ ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ട സമയം തൊട്ട് ചേച്ചി ഒരുപാട് പറഞ്ഞിട്ട്, എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരാളാണ്, പനങ്കല പോലെ മുടി. അപ്പം ലൈക്ക് ഈ ഒരു സെപ്പറേറ്റഡ് ആയതിനു ശേഷമാണോ ചേച്ചി മുടി മുറിക്കുക എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്വപ്നങ്ങൾക്ക് 4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇന്നലെയും ഇന്നും ഞാൻ കണ്ട സ്വപ്നങ്ങളല്ല, ഞാൻ പഴക്കങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നങ്ങളാണ് ഇതെല്ലാം. എൻ്റെ ടീനേജിലും എൻ്റെ സ്കൂളിങ്ങിലും ഒക്കെ കണ്ട സ്വപ്നങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് ഇത്രയും വർഷം ഞാൻ നടന്ന് കയറേണ്ടി വന്നു. ഒരുപക്ഷെ മാരേജ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടെ, എന്തായാലും നമുക്ക് അത് അറിയില്ലല്ലോ. എനിവേ, അപ്പോൾ മുടി ഉണ്ടായിരുന്ന സമയത്തും എനിക്ക് ബോബ് അടിക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, അവർക്ക് മുടിയുള്ളവരാണ്. അപ്പം ഞാനന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് എന്നോട് എന്നെ അത്ര സ്നേഹമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ടാലന്റഡ് ആണെന്ന്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് എൻ്റെ മാരേജിന് ശേഷമാണ്. അത് ഞാൻ ഒന്നും അല്ലാതായി മരിച്ചു പോകും ഈ റിലേഷൻഷിപ്പിൽ തുടർന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലെന്ന്. അതൊരു 10 വർഷത്തോളം ഞാൻ ആ തോന്നലോടുകൂടി ജീവിച്ചു. കാരണം നമുക്കൊന്നും ആവാൻ പറ്റുന്നില്ല. ഒരു PSC പഠിച്ചിട്ടൊന്നും ആയില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്കറിയാം ഇതൊന്നും അല്ല എൻ്റെ ജോലി. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ദിസ് ഈസ് നോട്ട് യുവർ ടൈപ്പ്, ഇതല്ല നീ ചെയ്യേണ്ടത്, ഇതൊന്നും അല്ല ശാരിക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പിന്നെ ഉറക്കമില്ലല്ലോ. എന്തൊക്കെയോ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോഴും എനിക്ക് അറിയില്ല ഞാൻ ഏത് വഴിയിലൂടെ പോകുമെന്ന്. ഞാനങ്ങ് ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണ് വഴിത്തിരി. പിന്നെ മുടി വെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ബോബ് അടിക്കുന്നത്. പണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു മുടി ഇല്ലാത്തത്. മുടി വെട്ടിയപ്പോഴാണ് എൻ്റെ കോൺഫിഡൻസ് കൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വീട്ടുകാരെ ബോധം കിടത്തുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പകുതി 1 വർഷം കൊണ്ടാണ് ബോബിലേക്ക് എത്തിയത്.